കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ദുരിതത്തിലായി തീരദേശ മേഖല. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും തൃശൂരിലെ വിവിധയിടങ്ങളിലും കടൽ കരയിലേക്ക് കയറി. പലയിടങ്ങളിലും തീരദേശം വഴിയുള്ള ഗതാഗതം താറുമാറായി. കള്ളക്കടലിലും താപനിലയ്ക്കും നൽകിയ മുന്നറിയിപ്പുകൾ സംസ്ഥാനത്ത് തുടരുന്നു. ഇന്നലെ രാത്രിയോടെ തുടങ്ങിയ കടൽക്കരിയിൽ ഒരു പകൽ മുഴുവനും തീരദേശ മേഖല നെട്ടോട്ടമൂടി. തിരുവനന്തപുരത്ത് പൊഴിയൂർ മുതൽ വർക്കല വരെയുള്ള തീരദേശ മേഖലയിലെ വിവിധയിടങ്ങളിൽ കടൽ കരയിലേക്ക് കയറി. നിരവധി വീടുകളിലേക്കും കടൽ ഇരച്ചെത്തി. പല പ്രദേശങ്ങളിലും 1.5 മീറ്ററിലധികം ഉയരത്തിലാണ് തിരമാല ഉയർന്നു പോകുന്നത്. അഞ്ചുതെങ്ങ് പൂത്തുറയിൽ റോഡിലേക്ക് കടൽ കയറിയതോടെ വാഹനഗതാഗതം നിയന്ത്രിച്ചു. 20-ലധികം കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി. പണ്ടൊക്കെ ഒരു ഇത് കടൽ വന്നാലും അങ്ങ് പോവേ ഉള്ളു. കടപ്പുറം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങ് കടപ്പുറവും ഇല്ല. ആളുകൾക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാനും പറ്റില്ല. ജോലിക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും അവസ്ഥയിലിരിക്കുകയാണ്. ഭയങ്കര പേടിയാണ് നമുക്കൊക്കെ. ആലപ്പുഴ, ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ പ്രദേശത്ത് കടൽ കരയിലേക്ക് കയറി നാശനഷ്ടമുണ്ടാക്കി. കൊടുങ്ങല്ലൂർ താലൂക്കിന്റെ തീരപ്രദേശങ്ങളിലും രൂക്ഷമായ കടൽക്ഷോഭമാണ് ഉണ്ടായത്. നിലവിൽ തീരങ്ങൾ ശാന്തമാണെങ്കിലും ജാഗ്രതയുടെ ഭാഗമായി ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ കനത്ത ചൂട് ചൊവ്വാഴ്ച വരെ തുടരും എന്ന മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഉയർന്ന ചൂട് കണക്കിലെടുത്ത ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.